എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇന്നത്തെ എൻ്റെ വരവിന്റെ ഉദ്ദേശം ആ കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നിങ്ങളിതൊന്ന് കാണുക. ഇത് ഇന്നാണ് എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയത്. ഇതേതോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതാണ്. ഇത് സത്യമാണോ എന്നെനിക്കറിയില്ല. പക്ഷെ ഗുരുവായൂരപ്പന് പാൽപ്പായസം നേദിക്കാൻ സ്വർണക്കുടം. ഈ ഹിന്ദു ഭക്തന്മാർക്ക് മാത്രം എന്തിന്റെ കേടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറയാൻ? ക്ഷേത്രങ്ങൾ മുഴുവൻ ഗവൺമെന്റ് തലത്തിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. സ്വർണപ്പാളി അടക്കം, വിഗ്രഹമടക്കം, ആഭരണങ്ങളടക്കം, ഭണ്ഡാരമടക്കം കേരളത്തിലെ മൊത്തം ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ന്യൂസുകൾ ഇങ്ങനെ ഇപ്പൊ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിന്ന് പോയതിന് ഒരു കണക്ക് ഇതുവരെ കിട്ടിയിട്ട് പോലുമില്ല. എന്നിട്ടും ഗുരുവായൂരിലേക്ക് ഭഗവാന് നേദ്യം വെക്കാൻ 460 ഗ്രാം സ്വർണത്തിന്റെ ഉരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയുള്ള ഒരു ചെറിയ പാത്രമാണ് നേദിക്കുന്നത്. ആ പാത്രത്തിലാണ് 460 ഗ്രാം തൂക്കമുള്ള സ്വർണം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തിനാണ് ഭഗവാന് സ്വർണം? ഇതിക്ക് മുൻപ് ഒരു ഭ്രാന്തൻ കൊണ്ടുപോയി ഒരു ബൊലറോ കൊണ്ട് കൊടുത്തു. 30 ലക്ഷം രൂപ വില വരുന്ന ഒരു ബൊലറോ കൊണ്ട് കൊടുത്തു. എന്തിന്റെ കേടാ? ഗുരുവായൂരപ്പൻ കണ്ണു അടച്ചിങ്ങനെ ശ്രീകോവിലിന്റെ ഉള്ളിലിരുന്ന് മടുത്തു, ഇനി കുറെ നാള് ബൊലോറയിൽ യാത്ര ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്തൊരു ഭ്രാന്താണ് ഈ ഭക്തന്മാര് കാണിക്കുന്നത്. ഈ ഭ്രാന്തിനാണോ സനാതനധർമ്മമെന്നും ഭക്തി എന്നും ഒക്കെ പറയുന്നത്? ഒരു വ്യവസായി 50 കോടി രൂപയാണ് ചോറ്റാനിക്കരിക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് ഒരു കോലാഹലമൊക്കെ ഉണ്ടാക്കി. അത് കൊടുത്തോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല. 50 കോടി രൂപ ചോറ്റാനിക്കര വികസനത്തിന് വേണ്ടിയിട്ട്. എന്ത് വികസനമാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ നടത്തേണ്ടത്? എന്തിനാണ് ഇങ്ങനെ വിശ്വാസമില്ലാത്ത ഒരു വിഭാഗം ആളുകൾക്ക് കട്ട് തിന്നാൻ, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സമ്പത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പ്രചരിപ്പിച്ചവർ, ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തി കപ്പ നട്ട് വിശപ്പ് മാറ്റാൻ ആഹ്വാനം ചെയ്തവർ, ഇന്ന് ക്ഷേത്രങ്ങളിൽ ഇടിച്ചു കയറി ക്ഷേത്ര സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊള്ളയടിക്കാൻ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ കള്ളന്മാരുടെ അടുത്ത്? അപ്പൊ നിങ്ങൾക്കറിയാവോ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്ര കോടി രൂപയുടെ ആസ്തിയാണുള്ളത്? എത്ര കോടി രൂപയുടെ സ്വർണമാണ് ഇരിക്കുന്നത്? അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ ക്ഷേത്രങ്ങൾ കേരളത്തിൽ അന്തിത്തിരി വെക്കാൻ ഗതിയില്ലാത്ത ക്ഷേത്രങ്ങളുള്ള സ്ഥലത്താണ് ഈ പൂരപ്പടപ്പ് കാണിക്കുന്നത്. എത്രയോ ക്ഷേത്രങ്ങൾ മുടിഞ്ഞു കിടക്കുന്നു. പട്ടികജാതി പട്ടികവർഗക്കാരുടെ പതി അടക്കം, അവരുടെ ആരാധനാ ഇടങ്ങളടക്കം മുടിഞ്ഞ് മുക്രായിട്ട് കിടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സഹായം. എത്രയോ കാവുകൾ നശിച്ചു പോകുന്നു. ആ കാവുകൾ പുനരുദ്ധരിക്കാൻ ഈ ഫണ്ട് ഉപയോഗിച്ചുകൂടെ? എത്രയോ രോഗികൾക്ക്, ഹിന്ദുക്കളായിട്ടുള്ള എത്രയോ രോഗികൾക്ക്, എത്രയോ പട്ടിണി കിടക്കുന്ന പാവം ഹിന്ദുക്കൾക്ക് ഗുണപ്പെടേണ്ട പൈസയാണ്, ഫണ്ടാണ് ഈ ആളുകൾ കൊള്ളയടിക്കാനായിട്ട് ഇട്ടുകൊടുക്കുന്നത്. തിരിഞ്ഞു നോക്കത്തില്ല ഈ ക്ഷേത്രങ്ങളൊന്നും. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തില് ഞങ്ങളൊരു ക്ഷേത്രത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട്, ഞങ്ങളുടെ ഒരു ക്ഷേത്രമാണ്, ഞങ്ങളുടെ ആളുകൾക്ക് അറിയാലോ, സാമ്പത്തികമില്ല. നാട്ടുകാരുടെ അടുത്ത് നിന്ന് പിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞങ്ങളൊരു അപേക്ഷ വെച്ചു, ഞങ്ങൾക്ക് ഇത്തിരി ഫണ്ട് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഒരു ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അല്പം ഫണ്ട് ചോദിച്ചപ്പോൾ ഗുരുവായൂർ ദേവസ്വം പറഞ്ഞത് ഫണ്ട് ഇല്ലാന്നാ പറഞ്ഞത്.
അപ്പൊ ഇവർ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ ഇതൊരു അടുത്ത തലമുറയെ, ഈ സനാതന ധർമ്മികളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അടുത്ത തലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയല്ലേ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹിന്ദുത്വത്തിനെതിരെയും സനാതന ധർമ്മത്തിനെതിരെയും നടക്കുന്ന പേക്കൂത്തുകൾക്ക് ഒരു കയ്യും കണക്കുമില്ല, പ്രതിരോധിക്കാൻ ആർക്കും പറ്റുന്നില്ല. ശത്രുക്കൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ശത്രുക്കൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ ഹിന്ദുവിന്. ഹിന്ദുവിന്റെ ആരാധനാ ഇടങ്ങളിൽ ഹിന്ദു യുവത എത്തുന്നില്ല. എന്താ കാരണം? ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു. ഇപ്പൊ സ്കൂളിൽ ചെല്ലുന്ന നമ്മുടെ കുട്ടികളോട് ചോദിക്കുകയാണ്, എടാ നിന്റെ ഗുരുവായൂരപ്പന് ബൊലറോ ജീപ്പ് എന്തിനാടാ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്ത് മറുപടി പറയും? ആ കുട്ടികള് ഹിന്ദു വിശ്വാസികളായിട്ട് തുടരും എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇപ്പൊ സ്കൂളിൽ ചെല്ലുന്ന കുട്ടികളോട് അല്ലെങ്കിൽ പുറത്തിറക്കുന്ന കുട്ടികളോട് ചോദിക്കുകയാണ്, എന്തിനാടാ ഈ ഗുരുവായൂരപ്പന് ഈ 460 ഗ്രാമിന്റെ സ്വർണം, ഭഗവാൻ എന്തിനാടാ സ്വർണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് മറുപടി ഉണ്ടോ? അപ്പൊ എന്തിനാണ് ഈ കോപ്രായങ്ങൾ? ഇത്തരം അഭ്യാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഹൈന്ദവ യുവതയെ ഈ സംവിധാനത്തിൽ നിന്ന്, ഈ വിശ്വാസ സങ്കേതത്തിൽ നിന്ന്, സനാതന ധർമ്മത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം? ഇത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണ്ടേ? ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഹിന്ദു നിത്യദാരിദ്ര്യത്തിലാണ്. അന്നന്നത്തെ അത്താഴത്തിന് അധ്വാനിക്കുന്ന, ചോര നീരാക്കുന്ന ഹിന്ദു അവന് അവന്റെ മാനസിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രത്തിൽ പോകാൻ സാധ്യമല്ല. ആ ക്ഷേത്രത്തിൽ കയറാൻ നിയന്ത്രണം, സ്പെഷ്യൽ ചീട്ടെടുത്ത് കയറണം. അവിടെ ചെന്ന വഴിപാടുകൾക്കൊക്കെ എത്രയാണ് ചാർജ്? ഇങ്ങനെ മനുഷ്യനെ കൊള്ള ചെയ്യാണ്. ശബരിമല സീസണിൽ സർക്കാർ അടക്കം കൊള്ളയാണ് അല്ലേ? എങ്ങും ഇല്ലാത്ത രീതിയിലാണ് അന്ന് കറണ്ട് ബില്ല്, എന്നും ഇല്ലാത്ത രീതിയിലാണ് അന്ന് KSRTCയുടെ ചാർജ്. ഇങ്ങനെ ഈ ഹിന്ദുവിനെ നിരന്തരം കൊള്ളയടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദു ഇങ്ങനെ അന്ധവിശ്വാസിയായിട്ട് മാറുന്നത് കൊണ്ടാണ്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ വീഴുന്ന പണം ഈ സമാജത്തിന് വിനിയോഗിക്കപ്പെടുന്നു. ഈ കള്ളന്മാർ കയറിയിരുന്ന് കൊള്ളയടിക്കുന്നതല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുവിന് 5 പൈസയുടെ ഗുണമുണ്ട്. നിങ്ങൾക്കറിയാമോ, കേരളത്തില് 30,000 ക്ഷേത്രങ്ങളുണ്ട്. 30,000 ക്ഷേത്രങ്ങൾ കേരളത്തില്. ഒന്നാലോചിച്ച് നോക്കുക, 30,000 ക്ഷേത്രത്തില് ഒരു ശരാശരി 20,000 രൂപ വെച്ച് വരുമാനമുണ്ട്. ഒരു മാസം ശരാശരി 20,000 രൂപ വരുമാനമുണ്ട് എന്ന് കണക്ക് കൂട്ടിക്കും. എത്ര കാശായി? ഞാനിവിടെ വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കി. 60 കോടി രൂപയാണ്. 30,000 ക്ഷേത്രത്തില് ശരാശരി വരുമാനം 20,000 രൂപ വെച്ച് വരുമാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾ കേരള വയസ്സ് വരുന്ന ഒരു എമൗണ്ട് 60 കോടി രൂപയാണ്. ഇതൊരു വർഷത്തേക്ക് വരുമ്പോഴത്തേക്കും 720 കോടി രൂപയാണ്. 720 കോടി രൂപ പെർ ഇയർ കളക്ട് ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് 5 പൈസയുടെ ഗുണം ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക്, ഈ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി പണമിടുന്ന സാധാരണ ഹിന്ദുവിന് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എന്തിനാണ് ഈ ക്ഷേത്രങ്ങൾ? എന്തിനാണ് ഈ സ്ഥാപനങ്ങൾ? ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ അവിശ്വാസികളായ ആളുകൾക്ക് കയറിയിരുന്ന് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഭക്തന്മാർ എന്തുകൊണ്ട് അത് തിരിച്ചറിയുന്നില്ല? ഹൈന്ദവ സമാജം എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയാത്തത്? ഇതെത്ര കിട്ടിയാലും പഠിക്കില്ല. ഇപ്പൊ 460 ഗ്രാം സ്വർണം എത്രയാ? ഇന്നത്തെ വില അനുസരിച്ചിട്ട് ഏതാണ്ട് 61 ലക്ഷത്തിലധികം രൂപ, 61,70,280 രൂപ, 61 ലക്ഷം രൂപയാണ് ആ ഒരു പിഞ്ഞാണത്തിന്. മനസ്സിലായോ? ഈ 61 ലക്ഷം രൂപ എന്തെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം? ആ ഗുരുവായൂര് ക്ഷേത്ര പരിസരം കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്ര പരിസരമാണ്. അവിടെ എത്രയോ ഹോട്ടലുകളുണ്ട്. ആ റോഡുകളുടെ ഗതി കണ്ടിട്ടുണ്ടോ? കാനകളുടെ ഗതി കണ്ടിട്ടുണ്ടോ? ഒരു മാലിന്യ കൂമ്പാരത്തിന് നടുവിലാണ് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ചുറ്റും എത്രയോ ഹോട്ടലുകളാണ്. ആ ഹോട്ടലുകളിലൊക്കെ ബാത്റൂമുകളില്ലേ? ആ ബാത്റൂമുകളിൽ മൂത്രമൊഴിക്കുന്നു, മലവിസർജനം നടത്തുന്നു, ഇതൊക്കെ ചെയ്യുന്നു. എത്ര കിൻഡലാണ്?
ഈ സാധനമൊക്കെ ഒന്ന് റീസൈക്കിൾ ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഈ ഫണ്ട് ഉപയോഗിച്ചുകൂടെ? ആ ടൗൺ ഒന്ന് മോടിയൊഴിക്കാൻ, അതിന്റെ ഗതാഗത കുരുക്ക് മാറ്റാൻ, എന്തെല്ലാം ജനോപകാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫണ്ടാണ് ഈ കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്. ഈ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കോടീശ്വരന്മാർ, ഈ കോടീശ്വരൻ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടുള്ള ബിസിനസ്സുകാരനാ വന്ന് കൊടുത്തിട്ടുള്ളത്. ഇതെന്നാണ് ഹിന്ദു പഠിക്കുന്നത്? ഹൈന്ദവ സമാജത്തിന് യാതൊരു തരത്തിലുള്ള ഗുണവുമില്ലാത്ത ഈ ഒരു പരിപാടി. ക്ഷേത്രങ്ങൾക്ക് സമ്പത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് സമ്പത്ത് വേണം, വേണ്ടാന്നല്ല പറഞ്ഞത്. ആ ക്ഷേത്രം നിലനിന്ന് പോകണമെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, കാലാകാലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അവിടെ ജോലി നിൽക്കുന്ന ശാന്തി അടക്കം സെക്യൂരിറ്റി പണി ചെയ്യുന്ന ആളുകളോട്, ശാന്തി വരെ ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിന്റെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജീവിച്ചു പോകണം. അതിനുള്ള വരുമാനം വേണം. അതിനുള്ള സമ്പത്ത് വേണ്ട എന്നല്ല. ഈ സമ്പത്ത് ഇങ്ങനെ അനധികൃതമായിട്ട് കുമിഞ്ഞു കൂടിയിട്ട് ആർക്കും പ്രയോജനപ്പെടാതെ ഇതിങ്ങനെ ഈ ആരാണ്ട് പറഞ്ഞ പോലെ ഭൂതം കൊന്നു കാക്കുന്നത് പോലെ കാത്തുവെച്ചുകൊണ്ടിരുന്നിട്ട് ഭൂതത്തെക്കാൾ വലിയ കരിമ്പൂതങ്ങളും വലിയ അഭ്യാസികളും വന്നിട്ട് ഈ സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോൾ ഹിന്ദു വായിൽ വിരലിട്ട് നോക്കിയിരിക്കേണ്ട ഗതികേട്ടിലല്ലേ? അപ്പൊ ഇതിനൊരു അറുതി വരിക എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവരായിട്ടുള്ള ഭക്തരായിട്ടുള്ള ആളുകൾ തന്നെ വിചാരിക്കണം. ഭക്തരായിട്ടുള്ള ആളുകൾ വിചാരിക്കണം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ 10 രൂപ കൊടുത്ത് ഒരു എണ്ണ വാങ്ങിച്ച് ഭഗവാന് സമർപ്പിക്കൂ. നിങ്ങൾ 10,000 രൂപ ഭണ്ഡാരത്തിൽ ഇടുന്നതിനേക്കാൾ ഗുണം അതുകൊണ്ടുണ്ടാവും. നിങ്ങൾ 10 രൂപ കൊടുത്ത് ഒരു ചന്ദനത്തിരി മേടിച്ച് ഭഗവാന്റെ നടയിൽ കൊണ്ടുപോയി വെക്കൂ. നിങ്ങൾ 10,000 രൂപ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണമുണ്ടാകും. ഒരു തിരി വെച്ചാൽ മതി. പ്രാർത്ഥനയ്ക്കാണല്ലോ ശക്തി, അല്ലാതെ പണത്തിനാണോ ശക്തി? പണം കൊടുത്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് കുറെ സൗഭാഗ്യങ്ങൾ വാങ്ങിച്ചേക്കാമെന്ന് ഈ കോടീശ്വരന്മാരൊക്കെ വൃഥാ സ്വപ്നം കാണുകയാണ്. കൈക്കൂലി കൊടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവനാണോ ഭഗവാൻ? ഈ 61 ലക്ഷത്തിന്റെ വഴിപാട് കൊടുത്തവന്റെ പ്രാർത്ഥന കേൾക്കോ? അതോ എന്നെ പോലുള്ള ആൾക്കാർ കൊണ്ടുപോയി ഭണ്ഡാരത്തിൽ 10 രൂപ ഇടുന്ന എന്റെ പ്രാർത്ഥന കേൾക്കോ ഭഗവാൻ? ആരുടെ പ്രാർത്ഥനയാ കേൾക്കുക? ഇത് സാധാരണ ഭക്തനെ അവഹേളിക്കുന്ന ഒരു പരിപാടി കൂടിയല്ലേ അല്ലേ? ഞാൻ എന്തിനാണ് കൊണ്ടുപോയി 10 രൂപ എടുത്ത് എന്റെ പ്രാർത്ഥന ആര് കേൾക്കാൻ? ഈ 61 ലക്ഷം മുടക്കിയവന്റെ പ്രാർത്ഥന കേൾക്കുവോ ദൈവം? 10 രൂപ ഇടുന്ന എന്റെ പ്രാർത്ഥന കേൾക്കുവോ? അപ്പൊ ഈ ഒരു എന്താ പറയുന്നത്, ഇതിന് ഈ ഒരു പ്രവണതയ്ക്ക് ഹൈന്ദവ സമാജം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഭക്തി വേണം, വേണ്ടെന്നല്ല. ആത്മീയത വേണം, വേണ്ടെന്നല്ല. ക്ഷേത്രം വേണം, ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടക്കണം, ക്ഷേത്രകാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം, അതിനുവേണ്ട സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കണം. ഇതൊക്കെ വസ്തുതയാണ്. ഇതിനെല്ലാം കഴിഞ്ഞിട്ടുള്ള ഫണ്ട് വെറുതെ വല്ല കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഇട്ടുകൊടുക്കുന്നതിന്റെ കാര്യം എന്താണ്? ആളുകൾ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇനി എന്നാണ് ഹിന്ദു ഇതിനെക്കുറിച്ച് ബോധവാനാകുന്നത്? എന്നാണ് ബോധവാനായ ഒരു ഹിന്ദു ഈ രാജ്യത്ത് ഉണർന്നെഴുന്നേൽക്കുന്നത്? മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ പറയാൻ തോന്നുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.